ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു വർഷമാകട്ടെ എല്ലാവർക്കും എന്ന് ഞാൻ വീണ്ടും ആശംസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഒത്തിരി ഡാൻസ് ഉണ്ട് കേട്ടോ. ഇതുവരെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും പരാതികളും പരിഭവങ്ങളും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അതെല്ലാം മാറ്റിയിട്ട് അടുത്ത വർഷം ഈ ഒരു പ്രാവശ്യം നമുക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് നോക്കിയാലോ കേട്ടോ. അപ്പോൾ ഇന്ന് ന്യൂ ഇയറിൻ്റെ ഇന്നത്തെ വിശേഷമല്ല കേട്ടോ, ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ മക്കൾസിന് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഇത് റോസ്റ്റ് ചെയ്തൊക്കെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ റോസ്റ്റാക്കി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതാട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ. മക്കൾസിന് മദ്രസയിലേക്ക് കൊണ്ടാക്കി വന്നിട്ട് ഇങ്ങനെ വോയിസ് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സൗണ്ട് തൊണ്ടടഞ്ഞുകൊണ്ടിരിക്കും. നല്ല മഞ്ഞാണ് കേട്ടോ. 6 മണിക്കൊക്കെ മദ്രസയ്ക്ക് പോകുന്ന ടൈമിൽ നല്ല മഞ്ഞ് കട്ടയാണ് കേട്ടോ ഇവിടെയൊക്കെ വീണത്. പിന്നെ അവർ വന്നിട്ട് ഫോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നെറ്റൊക്കെ കഴിയും. അപ്പോൾ നമുക്ക് വീഡിയോ ഇടാൻ പിന്നെ പറ്റില്ല കേട്ടോ. അപ്പം ഞാനിത് ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇത് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ എന്തോ ഇട്ട് കൊടുത്ത് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് മസാല തേച്ച് വെക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ ചെമ്മീൻ്റെ തലയില്ലേ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ അതിൻ്റെ ചെമ്മീൻ്റെ തലയൊക്കെ എടുത്തിക്കുന്നത്. എൻ്റെ വീട്ടിലാണെങ്കിൽ അവർക്കതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെമ്മീൻ്റെ തലയൊക്കെ എടുത്തിട്ട് പൊരിച്ചിട്ട് ഇങ്ങനെ നല്ല ഫ്രൈ ആക്കിയിട്ട് കഴിക്കാം. അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നല്ല ക്ലീൻ ചെയ്യണം കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു മണൽത്തരികളൊക്കെ ഉണ്ടാകും, അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കണേ. അപ്പം ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പിടിയിൽ ചെമ്മീൻ മാത്രമായിട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നത്. ഒരു പിടി ചെമ്മീൻ എടുത്തിട്ട് കറി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാനും മക്കൾസും വല്യമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തോനൊന്നും വേണ്ട. അപ്പോൾ അത് എടുത്തിട്ട് അങ്ങനെ മസാല കൂട്ടി വെച്ചു. അതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കും കേട്ടോ. നമ്മുടെ നെണ്ട്, ചെമ്മീൻ ഇതിലേക്കൊക്കെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈസ്റ്റിൻ്റെ ചിക്കൻ മസാല ഇട്ട് കൊടുത്താൽ അതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ്. അപ്പോൾ നമ്മളെ മക്കൾസിന് ഈ ഒരു ചെമ്മീൻ ഫ്രൈ ഞാൻ ഇന്നലെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചും കൂടി ഫ്രിഡ്ജിൽ ഇരുന്നിന് അതെടുത്തിട്ട് ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതാ മസാലയൊക്കെ കൂട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് ഇങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ. അപ്പോൾ ഞാനിതാ ഒരു നെയ്ച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയൊന്നും ഞാൻ അധികം തോനെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം അതിലേക്ക് നമ്മളെ മീൻ ഇട്ട് കൊടുക്കട്ടെ ചെയ്തിരിക്കുന്നത്. ചെമ്മീൻ ഇട്ട് കൊടുക്കട്ടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒരു ഹാഫ് ഇതിലിങ്ങനെ വെന്ത് കിട്ടില്ലേ, ഫ്രൈ ആയി കിട്ടിയാൽ അതിന് ഇങ്ങനെ മുരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെമ്മീനൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോ കുറേ ദിവസമായിട്ട് ഇടാത്ത കാരണം വാച്ച് അവർ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ട് ഒപ്പിച്ച് ഇടുക കേട്ടോ. അപ്പോൾ ചിലർ കാണുന്നില്ല, കണ്ടവർക്ക് എല്ലാവർക്കും ഒത്തിരി ഡാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ചെമ്മീനൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. അങ്ങനെ തന്നെ ചോറൊക്കെ തിന്നാൻ പോവുകയാണ്. അപ്പോൾ ചോറൊക്കെ തിന്നാൻ പോവുകയാണ്. ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു സവാളയും തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് ഒന്നുണ്ട് വാട്ടിയിട്ട് കേട്ടോ ചെയ്തിരിക്കുന്നത്. അധികം നേരം കൊണ്ട് ഫ്രൈ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിന് ഒരു മുരിഞ്ഞ ടേസ്റ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടായിരിക്കും കേട്ടോ ഈ ഒരു ചെമ്മീൻ. അപ്പോൾ ഇനി നമുക്ക് ചെമ്മീനൊക്കെ സ്പെഷ്യൽ കാണുമ്പോൾ പ്രത്യേകിച്ച് ചോറിനാനൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആവുമല്ലേ. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോറൊക്കെ പെട്ടെന്ന് തിന്നാൻ വേണ്ടിയിട്ടാണ്. മക്കൾസിന് സ്കൂൾക്ക് പോയിക്കുകയാണ്. അപ്പോൾ അവർ വന്നിട്ട് അവർ കഴിച്ചോളൂ എന്നുള്ളതിലായിരുന്നു. അപ്പോൾ ഞാൻ ചെമ്മീൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തൊണ്ടടയുന്ന കാരണം വോയിസ് കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെമ്മീൻ ഫ്രൈയും ചെമ്മീൻ കറിയും പിന്നെ ഉരുളങ്കിഴങ്ങും പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾസിന് സ്കൂളിലേക്ക്. പിന്നെ അതാ വീട്ടിൽ നിന്ന് എന്നോട് ചിക്കൻ കഷ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂട്ടിയിട്ട് ചോറൊക്കെ തിന്നു. അപ്പം നമ്മൾ മിന്നൂസിന് ഞാൻ ചോറിനാണെങ്കിലും ചായ കുടിക്കുകയാണെങ്കിലും എനിക്ക് ആദ്യം കിട്ടണം കേട്ടോ. ചോറ് വേണോ?
അപ്പോൾ ആദ്യം ഒരു ഉരുള ചോറ് ന്യൂസിനായിട്ട് ഞാൻ കൊടുക്കാറ്. പിന്നെ ഞാൻ തിന്നും അങ്ങനെ ചോറൊക്കെ. അപ്പം മിന്നൂസ് കൂട്ടി നിന്നിട്ട് ഭയങ്കര കളിയാണെങ്കിലും നമ്മളെ ചിന്നൂസ് ഭയങ്കര ഉറക്കാട്ടോ. അപ്പോൾ അവനിങ്ങനെ പാത്താനെ പോലെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇരുന്നിട്ട് തന്നെ ഞാൻ ചോറൊക്കെ തിന്നു. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് നമ്മൾ ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വർത്തമാനം പറയുമോ എന്നൊക്കെ കേട്ടോ. വർത്തമാനം പറയും കൊച്ചൂസേ സ്വത്തൂസേ ഉപ്പച്ചി എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് മക്കൾസിനെ സ്കൂളിൽ വിട്ടിട്ട് കൊണ്ടുവരിക കേട്ടോ. വീട്ടിൽ പോയിട്ട് അങ്ങനെ അവർ വന്നു. അപ്പോൾ പാടത്ത് ആടിനെ നോക്കുന്ന ആൾക്കാരും പിന്നെ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, പന്ത് കളി. അപ്പോൾ നമ്മൾ തോട്ട് വരമ്പിൽ പാലം കെട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഈ ഒരു ഇതായിട്ടിരിക്കുന്നത്. അതിൻ്റെ മേലെ കൂടെ കളിക്കാൻ നല്ല രസമാണ് കേട്ടോ. വെള്ളമൊന്നും അധികം ഇല്ല, വെള്ളമൊക്കെ വറ്റാനായിട്ടുണ്ട്. അങ്ങനെ ഞാൻ സ്വത്തുവിനോട് പറഞ്ഞു ഇനി അതിലേക്ക് വേണ്ട. അപ്പോൾ സോപ്പും കായ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ ഒരു പതക്കായ അങ്ങനെ പൊട്ടിക്കാറുണ്ട് കേട്ടോ, ഒരു ചെടി പോലത്തെ. അപ്പോൾ അതിമന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ പോയിരുന്നത് ഇങ്ങനെ എളുപ്പമാട്ടോ നമുക്ക് വീട്ടിലേക്ക് എത്താൻ. നേരിട്ട് വരുന്നതിനെക്കാട്ടി നേരിട്ട് വരുമ്പോൾ എല്ലാവരും എവിടുന്ന എന്താണെന്നൊക്കെ ചോദിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിലേക്ക് വന്നിട്ട് ഇതാട്ടോ വീട്ടിലേക്ക് വരുന്ന വഴി. വീട്ടിലേക്ക് വണ്ടി വരില്ല. നമ്മൾ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മക്കൾസിന് വീട്ടിലെത്തിയപ്പോൾ ഭക്ഷണം വേണമെന്നൊക്കെ പറഞ്ഞിട്ടേ അവരിതാ ചായയൊക്കെ കുടിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ചിക്കൻ പൊരിച്ചൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ചോറൊക്കെ കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മളിവിടെ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചെടിയൊക്കെ എത്രയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്.